ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോകുന്നു. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് കിട്ടാത്തവർ ഈ വീഡിയോയിൽ നിന്നും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മച്ച് ആണ്. അജ്രക് പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ അജ്രക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിൽ ഒരു റാണി പിങ്ക്, ബോട്ടിൽ ഗ്രീൻ, ബ്രിക്ക് റെഡ്, നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് നേവി ബ്ലൂ, ഇതാണ് അതിൽ പെയർ വരുന്നത്. അടുത്തത് മെറൂൺ. ഇത്രയും കളർ ചേഞ്ചസ് ആണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. എറണാകുളം പാലാരിവട്ടത്തും കൊല്ലത്ത് ഓച്ചിറയിൽ വലിയ കുളങ്ങരയും ഈ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ സ്ക്രീനിൽ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് നമ്പറിൽ റിപ്ലൈ ഇല്ലെങ്കിൽ സെക്കൻഡ് നമ്പറിൽ നിങ്ങൾ അയയ്ക്കുക. കാരണം ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ രണ്ടിടത്തും ഈ ഡിസൈൻസ് എല്ലാം സ്റ്റോക്കുണ്ട്. അടുത്തത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു സിംഗിളായിട്ടുള്ള ഡിസൈനാണ്. ഇത് കോഡ് സെറ്റ് ചെയ്യാനും സിമ്പിളായിട്ടുള്ള നൈറ്റികൾ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നല്ല അടിപൊളി ഒരു ഡിസൈനാണ്. കളർ ചാർട്ടാണ്. അപ്പോൾ സിംഗിളായിട്ട് വേണമെന്നുള്ളവർ ഈ സിംഗിൾ പ്രിൻറ്റിൽ നിന്ന് എടുക്കുക. എല്ലാം പ്രോഷ്യൻ പ്രിൻറ്റുകളാണ്. കളർ ഗ്യാരണ്ടി ഉണ്ട്. നമ്മളിപ്പോൾ വൈറ്റ് ഗോൾഡ് എടുക്കാറില്ല, കാരണം വൈറ്റ് ഗോൾഡ് പ്രിൻറ്റ് പോകുന്നുണ്ട്. ഇപ്പം ബ്രാൻഡഡ് ആണെങ്കിൽ പോലും, അതായത് വർദ്ധമാൻ, രാഹുൽ, ടെക്സോ പ്രിൻറ്റ്, ഗൗരവ്, മംഗളം, ഇതിലെല്ലാം വന്നിട്ടുള്ള വൈറ്റ് ഗോൾഡിൻ്റെ പ്രിൻറ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വൈറ്റ് ഗോൾഡ് കളർ പോകും, അത് ഉറപ്പായ കാര്യമാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു പ്രിൻറ്റ് കൈ എപ്പോഴും വെള്ളം നനയുന്ന ഭാഗത്തുള്ള ആ പ്രിൻറ്റുകളൊക്കെ പോകും. പക്ഷേ നമ്മൾ പ്രോഷ്യൻ പ്രിൻ്റാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ കളർ മങ്ങും, അതൊക്കെ. പക്ഷേ കളർ ലീക്കേജ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ മാത്രം സെലക്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൽ വീഡിയോയിൽ നിങ്ങൾ ഏത് ബ്രാൻഡാണെന്നുള്ളത് കാണുന്നുണ്ടാവും. അതായത് വർദ്ധമാനിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ്. അതുപോലെ ഗൗരവ്, രാഹുൽ ടെക്സോ പ്രിൻ്റ്, മംഗളം, ഏകത, ഇങ്ങനെയുള്ള ബ്രാൻഡുകളിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമാണ് നമ്മളെടുത്ത് സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഹോൾസെയിൽ ഷോപ്പിൽ പോയാൽ കൂടിയതും കുറഞ്ഞതുമായ ലോക്കൽ ബ്രാൻഡുകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ലോക്കലായിട്ടുള്ള മെറ്റീരിയൽസ് എടുത്താൽ, നമ്മളിപ്പോൾ രാഹുൽ ടെക്സോ പ്രിൻറ്റിൽ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്തിട്ടാൽ അത് നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഗൗരവ് ബ്രാൻഡാണെങ്കിലും അതിൻ്റെ ക്ലോത്ത് നല്ല ക്ലോത്താണ്. വർദ്ധമാൻ്റെയും ക്ലോത്ത് നല്ലതാണ്. അപ്പം അങ്ങനെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകളാകുമ്പോൾ നിങ്ങൾക്ക് അധികം സെയിൽ ചെയ്യാനൊരു പ്രശ്നം വരുന്നില്ല. ലോക്കൽ ബ്രാൻഡുകളൊക്കെ ആകുമ്പോൾ അതിൽ തുണി ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അത് ചുരുങ്ങി പോവുക, അല്ലെങ്കിൽ എന്താ പറയുക, കൈക്കൽ തുണി പോലെ ആകുമെന്ന് പറയില്ല, അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് കുറഞ്ഞ മെറ്റീരിയൽസ് എടുക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. അപ്പം ബൾക്കായിട്ട് നിങ്ങൾ സെയിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരുപാട് ലാഭം എടുക്കാതെ കുറഞ്ഞ ഒരു പ്രോഫിറ്റ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ബൾക്കായിട്ടുള്ള ഓർഡർ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങുക, യൂട്യൂബ് ചാനൽ തുടങ്ങുക, ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഓപ്പൺ ചെയ്യുക. അതുപോലെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരസ്യം കൊടുത്ത് അങ്ങനെ പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒരുപാട് പേര് നല്ല നല്ല പൊസിഷനിൽ ഇരുന്നവർ തന്നെ ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവർ സൈഡായിട്ടും ചെയ്യുന്നുണ്ട്. കാരണം നാളെ എന്താകുമെന്നുള്ളത് അറിയില്ല. ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ് ആകുമ്പോൾ നമുക്കത് എങ്ങനെ വേണമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ കഴിയുന്നതും വീടുകളിലിരുന്ന് തന്നെ നിങ്ങളത് വിജയിപ്പിച്ചെടുക്കാൻ നോക്കുക. അതിനുശേഷം നല്ല സക്സസ് ആയി കഴിഞ്ഞാൽ മാത്രം ഷോപ്പിട്ട് മാറുക. അതായിരിക്കും കുറച്ച് നല്ലത്. അതായത് കോഡ് സെറ്റിൻ്റെ നല്ല അടിപൊളി ഒരു ഡിസൈനാണ്. ഗൗരവാണ് ബ്രാൻഡ് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു പ്രിൻറ്റ് കണ്ട, ആ വൈറ്റ് കളറിലുള്ള പ്രിൻ്റ് ഒരു ഭംഗി തന്നെയാണ്. അത് നേരിട്ട് കാണാനും നല്ല രസമാണ്, ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ കോഡ് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് 2 എണ്ണം വെച്ചെടുക്കുക കേട്ടോ. നല്ല മെറ്റീരിയലാണ്.
അപ്പോൾ ഒരുപാട് കോഡ് സെറ്റ് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തു. ഇതടുത്തതൊരു ഓറഞ്ച് കളറാണ്. നെക്സ്റ്റ് നല്ലൊരു പാരറ്റ് ഗ്രീൻ. ആ ഒരു വൈറ്റിനൊരു ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു പ്രിൻ്റ് കാണാൻ നല്ല ഭംഗിയാണ്. നെക്സ്റ്റ് പീച്ചാണ് ബേസ് കളറ്. വൈറ്റ് ബോട്ടം വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ചോദിച്ചാൽ അതിൻ്റെ കളർ ചാർട്ട് അയച്ചു തരുന്നതായിരിക്കും. ബൾക്കായിട്ട് എടുക്കാം, റീറ്റെയിലായിട്ടും ബോട്ടം സ്റ്റിച്ച് ചെയ്ത ബോട്ടം അവൈലബിൾ ആണ്. അതായത് പോപ്ലിൻ ക്ലോത്തിലാണ് ഈ ബോട്ടം സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് നമുക്കൊരു മിക്സ് ആൻഡ് മാച്ച് കാണാം. അപ്പോൾ ഇത് ഇന്തോനേഷ്യ ആണ് കേട്ടോ. ഇന്തോനേഷ്യ. ഇത് നിങ്ങൾക്ക് നല്ല റേറ്റ് കൂട്ടി കൊടുക്കാവുന്ന ഒരു മെറ്റീരിയലാണ്. നല്ല ക്ലോത്താണ്. ഇതിലൊക്കെ നൈറ്റ് സ്റ്റിച്ച് ചെയ്താൽ നന്നായിട്ട് റേറ്റ് കൂട്ടി തന്നെ വാങ്ങാം. ഫസ്റ്റ് റെഡാണ് ബേസ് കളർ. അപ്പോൾ ഇന്തോനേഷ്യയിൽ 3 കളർ ചേഞ്ചാണ് വരുന്നത്. നെക്സ്റ്റ് നല്ലൊരു മെറൂൺ. ഇതിലും അജ്രക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. അതുപോലെ പ്ലെയിൻ മെറ്റീരിയൽ വേണ്ടവരൊന്ന് ചോദിക്കുക കേട്ടോ. വീഡിയോയിലില്ല, പക്ഷെ പ്ലെയിൻ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതിൽ 3 കളർ ചേഞ്ചാണ് വരുന്നത്. അടുത്തത് കോഡ് സെറ്റിൻ്റെ ഒരു പ്രിൻ്റ് കാണാം. ഇതും ഒരുപാട് വിറ്റ ഒരു പ്രിൻ്റാണ്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാകുന്നത്. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ ഞാൻ സ്റ്റാറ്റസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് എല്ലാവരും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കണ്ടത് ഒരു ലാവൻഡർ കളറാണ്. ഇതിലും ആ ഒരു വൈറ്റ് കളറിലുള്ള ഫ്ലവറാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കളർ ചേഞ്ച് ഒരു ഗ്രീനാണ്, ഒലിവ് ഗ്രീൻ. ഇത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത്. അടുത്തതൊരു മാമ്പഴ മഞ്ഞ. നെക്സ്റ്റ് പീക്കോക്ക് ബ്ലൂ, പീക്കോക്ക് ഗ്രീനാണ് കേട്ടോ. പീച്ച്. ഇതെല്ലാം നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സാണ്. കോഡ് സെറ്റ് വേണ്ടവർ 2 എണ്ണം വെച്ച് എടുക്കുക. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള തുണികളാണ്. അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ 5 കളർ ചേഞ്ചസ് വരുന്നുണ്ട്. 153 ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം 290ൻ്റെ കട്ടാണ്. മെറ്റീരിയൽസ് വേണ്ടവർ 2 നമ്പറിലും മെസ്സേജ് അയക്കാം. 2 നമ്പറിലും മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇതും കോഡ് സെറ്റിന് പറ്റിയ ഒരു പ്രിൻ്റാണ്. ഇത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ഔട്ട് ആയതാണ്. വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ്. അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യുക. ഇപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടാതെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കോഡ് സെറ്റിൻ്റെ കളക്ഷനൊക്കെ കുറേ പേര് സ്റ്റിച്ച് ചെയ്ത ശേഷം ഫോട്ടോസ് അയച്ചു തരികയും അതുപോലെ തന്നെ വീണ്ടും വേണമെന്ന് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം കാണുമ്പോൾ റീസ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കളറ് കണ്ടു നോക്കാം. ഫസ്റ്റ് കണ്ടു നല്ലൊരു പീച്ചിലാണ് ഈ ഒരു ഫ്ലവർ വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ലീഫൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഹോൾസെയിൽ പ്രൈസ് 153 ആണ്. ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം 10 നമ്പേഴ്സ് എടുക്കണം. 10 എണ്ണത്തിൽ താഴെ 170 ആയിരിക്കും റീറ്റെയിൽ റേറ്റ് വരുന്നത്. അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യുക. മിനിമം 10 എണ്ണം തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഒരുപാട് പേര് റീറ്റെയിൽ ചോദിക്കാറുണ്ട്. പക്ഷേ റീറ്റെയിൽ കൊടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമ്മൾ എടുത്തു വരുമ്പോൾ 2, 3 ഒക്കെ അവർ ഭയങ്കരമായിട്ടും കളറ് സെലക്ട് ചെയ്തൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ആ കളറ് സെയിം തന്നെ കിട്ടാറില്ല. അപ്പോൾ റീറ്റെയിലുകാർ ജസ്റ്റ് മെസ്സേജ് ഇടുക. അത് സ്റ്റോക്ക് അവൈലബിൾ ആണെങ്കിൽ നോക്കാം, ട്രൈ ചെയ്യാം കേട്ടോ. കാരണം ഒരുപാട് പേര് റീറ്റെയിൽ വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. റീറ്റെയിൽ റേറ്റ് 170 ആയിരിക്കും.
മിനിമം 3 എണ്ണമെങ്കിലും എടുക്കണം, അപ്പോൾ മാത്രമേ ആ റേറ്റിൽ കിട്ടുള്ളൂ. ഹോൾസെയിൽ റേറ്റ് വരുന്നത് 153 രൂപയാണ്. അപ്പോൾ മിനിമം 10 എണ്ണമാണ് എടുക്കേണ്ടത്. ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി 10 എണ്ണമാണ് നിങ്ങൾ എടുക്കേണ്ടത്. 10 എണ്ണം പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ 140 ആണ് പോസ്റ്റൽ ചാർജ് വരുന്നത്. ഇപ്പോൾ 20 എണ്ണം അയക്കുമ്പോൾ 240 ആയിരിക്കും പോസ്റ്റൽ ചാർജ്. അപ്പോൾ 20 എണ്ണം എടുക്കുന്നവർക്ക് ഈ പോസ്റ്റൽ ചാർജ് അടക്കം നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ കിട്ടുമ്പോൾ 165 ആയിരിക്കും റേറ്റ് വരുന്നത്. ഇപ്പോൾ ഇത് റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും, 240 വരെ ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് മാത്രം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് എന്ത് വിലയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട മോഡലുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല മോഡൽ നൈറ്റീസിന് എപ്പോഴും ഡിമാൻഡ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നല്ല കോട്ടൺ, പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഈ കോട്ടൺ നൈറ്റി തുണികളെന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം ഡിമാൻഡുള്ളത്. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് എന്ത് മോഡൽ വേണമെങ്കിലും ചെയ്യാം. അതുപോലെ ഡെയിലി വെയറായിട്ടും ഓഫീസ് വെയറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മിക്സ് ആൻഡ് മാച്ചൊക്കെ എടുത്ത് ടോപ്പ് പോട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ മതി. നല്ല വീതി കൂടിയ വൈറ്റ് ലേസ് അതുപോലെ ഹക്കോബയുടെ ഒക്കെ വെച്ച് ചെയ്താൽ നല്ല വ്യത്യാസം ഉണ്ടാകും. അതായത് നൈറ്റ് തുണിയാണെന്ന് പറയാത്ത രീതിയിൽ നിങ്ങൾ നല്ല നല്ല മോഡലുകൾ സ്റ്റിച്ച് ചെയ്താൽ പുറത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് റുത്തി ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ചാണ്. അപ്പോൾ ഇതൊരു പ്രിൻറ്റ് കണ്ടതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള മെറ്റീരിയൽസ് എല്ലാം മുംബൈ പ്രിൻറ്റിൽ നിന്നും വന്ന മെറ്റീരിയൽസാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് ഈ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് ബലോത്രയിൽ നിന്ന് എല്ലാം എടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് ബ്രോഡ്വേ മാർക്കറ്റ് ഉള്ളത്. അതുകൊണ്ട് അവിടെ പോയും പർച്ചേസ് ചെയ്യാം. പിന്നെ നമ്മൾ ഡയറക്റ്റ് എടുക്കുമ്പോൾ ഇപ്പം പേയ്മെൻറ്റ് കൊടുത്താൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞായിരിക്കും ഇത് ഐറ്റം വരുന്നത്. അപ്പോൾ അത്രയും സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അവിടെ ചെന്ന് നേരിട്ട് ഇഷ്ടമുള്ള ഡിസൈൻസ് നോക്കിയെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പോയി എടുത്തതാണ്. അപ്പോൾ അതൊരു ഹാബിറ്റായിട്ട് മാറി. കാരണം പെട്ടെന്ന് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ഓടിച്ചെന്നാൽ അവിടെ എപ്പോഴും സ്റ്റോക്കുണ്ട്. ഒരുപാട് കളക്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. ഇത് കോഡ് സെറ്റ് കളക്ഷനാണ്. കോഡ് സെറ്റ് ഹൈ ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ്. മംഗളം ഏകതയാണ് ബ്രാൻഡ് വരുന്നത്. അപ്പോൾ ഇത് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ്. അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. പുതിയതായിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മുന്നോട്ട് വരിക. കാരണം ജീവിത ചിലവുകളൊക്കെ കൂടി വരുന്ന സമയമാണ്. എല്ലാത്തിനും ഭയങ്കരമായിട്ടും റേറ്റും ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വീട്ടിൽ 2 പേർക്കും ജോലി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ വീട്ടിൽ കുട്ടികൾക്ക് പഠനത്തിനുള്ള ചിലവുകൾ അല്ലെങ്കിൽ വീട്ടു ചിലവുകളൊക്കെ ഭയങ്കരമായിട്ടും റേറ്റ് കൂടിയതുകൊണ്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരിക്കും. അപ്പോൾ ഒരു വരുമാനം കണ്ടെത്തുക എന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ നൈറ്റി തുണികളെടുത്ത് സെയിൽ ചെയ്താൽ വളരെ നല്ലൊരു ബിസിനസ്സാണ്. അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്നവർ റെഡിമെയ്ഡ് നൈറ്റിയുടെ പുറകെ പോകാതെ മാക്സിമം മെറ്റീരിയൽ എടുത്ത് തന്നെ നിങ്ങളുടെ ഷേപ്പിനനുസരിച്ച് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന മോഡലുകൾ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് പിന്നെ അതൊരു എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ പുറത്തുള്ളവർക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ പതുക്കെ ബിസിനസ്സിലോട്ട് പോവുക. അപ്പോൾ 10 നൈറ്റ് തുണി എടുക്കാമെന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. കാരണം 10 തുണി എന്ന് പറയുമ്പോൾ 30 മീറ്റർ ടോട്ടൽ വരിക. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സ്റ്റിച്ച് ചെയ്യാം. എല്ലാം നല്ല കോട്ടൺ മെറ്റീരിയൽസാണ്. 10 എണ്ണം എടുക്കുമ്പോൾ 1670 രൂപയാണ് കൊറിയർ ചാർജ് GST എല്ലാം അടക്കം വരുന്നത്. പിന്നെ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള തുണികൾ ഇപ്പോൾ കടകളിൽ പോയാൽ ഈ ഡിസൈനൊന്നും കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അവിടെ അവർ ബൾക്കായിട്ട് എടുക്കുമ്പോൾ വലിച്ചു വാരി എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ യൂട്യൂബിൽ എടുക്കുമ്പോൾ ആ ഡിസൈൻ സെലക്ട് ചെയ്താണ് എടുക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് ഡിസൈൻ സെലക്ഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്രാൻഡാണെങ്കിലും സെലക്റ്റീവായിട്ടുള്ള ബ്രാൻഡുകളിൽ നിന്ന് മാത്രമാണ് എടുക്കുന്നത്.
അപ്പോൾ നിങ്ങൾ ബ്രാൻഡുകൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ആ ഒരു ലേബൽ സഹിതം കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല ബ്രാൻഡുകളാണ്. ഇപ്പോൾ ഒരു ബ്രാൻഡ് മാത്രം ചെയ്യുന്നത് അത്ര ഭംഗിയായിട്ട് തോന്നിയിട്ടില്ല. കാരണം നേരത്തെ ഞങ്ങളും ഇതുപോലെ ഒരു ബ്രാൻഡ് മാത്രം ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ കുറച്ച് ഡിസൈൻസാണ് ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല നല്ല ഡിസൈൻസ് നോക്കിയെടുത്താലേ പെട്ടെന്ന് സെയിലായി പോവുകയുള്ളൂ. അപ്പോൾ ബ്രാൻഡഡ് ആണോ എന്ന് നോക്കുക, അതുപോലെ ഡിസൈനും നോക്കുക. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. അതായത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ലൊരു ബാട്ടിക് പ്രിൻ്റാണ്. ഇപ്പോൾ സെൻറ്ററിലാണ് ആ ഒരു ബാട്ടിക് പ്രിൻ്റ് ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിവർത്തി കാണിച്ചത് പോലെ തന്നെയായിരിക്കും ഇതിൻ്റെ ആ ഒരു കളർ ചേഞ്ചസ് ഒക്കെ വരുന്നത്. ഫസ്റ്റ് റെഡാണ് ബേസ് കളറ്, നെക്സ്റ്റ് ഗ്രീൻ, നല്ലൊരു ബോട്ടിൽ ഗ്രീനാണ്. അടുത്തത് പിങ്ക്, മജന്ത. നെക്സ്റ്റ് നേവി ബ്ലൂ. അടുത്തത് മെറൂൺ. ഇതും വളരെ ഭംഗിയുള്ളൊരു പ്രിൻ്റാണ്, കളർഫുള്ളാണ്. ഇതിൽ 5 കളർ ചേഞ്ചസ് ആണ് വരുന്നത്. അടുത്തത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് നോക്കാം. അപ്പോൾ ഇതിൽ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സാണ്. ഇപ്പോൾ ചെറിയ പ്രിൻ്റുകൾ, ഭംഗിയുള്ള പ്രിൻ്റുകളൊക്കെ ചോദിച്ചവർ അതായത് ഓർഡർ ചെയ്യുക. എല്ലാം നല്ല കളർ ചാർട്ടാണ്. മിക്സ് ആൻഡ് മാച്ച് എടുക്കുമ്പോൾ അതിൻ്റെ പെയറും കൂടി എടുക്കണം. ഇപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ഒരുമിച്ച് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നൈറ്റി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റും ചെയ്യാം, അതുപോലെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഫ്രോക്ക് നൈറ്റീസിനൊക്കെ ഇത് വളരെ നന്നായിരിക്കും. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് അടിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണുന്ന ഒരു പ്രിൻ്റാണിത്. അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ വീടുകളിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന വീട്ടമ്മമാർക്കും ഒക്കെ ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്